നമസ്കാരം. നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കഴിഞ്ഞ 8 പതിറ്റാണ്ടിലേറെയായി കേരളത്തിൽ പല മഹാരഥന്മാരും വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം ഒരു ഗാനത്തിലൂടെ, ഒരു ഭജനയിലൂടെ നന്ദഗോവിന്ദം ഭജൻസ് നിർവഹിച്ചിരിക്കുന്നു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ഭജനയിലൂടെ മുദ്രാവാക്യങ്ങൾക്കോ പോരാട്ടങ്ങൾക്കോ അതല്ലെങ്കിൽ വേടന്റെ കണക്ക് ചൂട്ടുകെട്ടി പൊള്ളിക്കൽ നടത്തുന്നതിലൂടെ ഒന്നും സാധിക്കാൻ കഴിയാത്ത ഒരു വിപ്ലവമാണ് നന്ദഗോവിന്ദം ഭജൻസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അവർ പുതുപ്പള്ളിയിൽ ഒരു ക്ഷേത്രാങ്കണത്തിൽ ഭജന നടത്തുന്നതിനിടയിൽ ആ ഭജനയ്ക്ക് കൂടിയ ആൾക്കൂട്ടം അവർക്ക് വേണ്ടിയ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത പള്ളി, ആ പള്ളിയിൽ അവരുടെ മൈതാനം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ തുറന്നു കൊടുത്തു. അവിടെ ലൈറ്റുകൾ പ്രകാശിപ്പിച്ചു. മാത്രവുമല്ല, അതിനോട് ചേർന്നിട്ടുള്ള ഒരു ക്രിസ്തീയ വിദ്യാലയത്തിലാണ് താൻ LKG മുതൽ പഠിച്ചത് എന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ നായകസ്ഥാനത്തുള്ള നവീൻ മോഹൻ ഒരു ക്രിസ്തീയ ഭജന ആലപിച്ചത്. ഈ ആലാപനത്തെ തുടർന്ന് ഒരു ഭൂകമ്പം ഉണ്ടായ ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ. വിശേഷിച്ചും ഹിന്ദു ധർമ്മത്തിൻ്റെയും ഹിന്ദു മതത്തിൻ്റെയും സംരക്ഷകർ എന്ന് സ്വയം അഭിമാനിക്കുന്നവർ. ശശികല ടീച്ചർ പറയുന്നു, ചിക്കൻ മസാല വളരെ നല്ലതാണ്, പക്ഷെ അത് പായസത്തിലിടാൻ കൊള്ളില്ല. ശരിയാണ്, ചിക്കൻ മസാലയല്ല പായസത്തിലിടേണ്ടത്. പായസത്തിൽ അതിൻ്റെ കൂട്ടുകൾ തന്നെയാണ് ഇടേണ്ടത്. ഇവിടെ നവീൻ ബാബുവും ഭജന ചെല്ലുന്ന ആ വേദിയിൽ എന്തിനു വേണ്ടിയാണോ ഭജന അതല്ലെങ്കിൽ കല നിലകൊള്ളുന്നത്, അതിൻ്റെ അതേ ലക്ഷ്യത്തെ മുൻനിർത്തി തന്നെയാണ് ഈ നവീൻ ബാബു ആ ക്രിസ്തീയ ഭജനഗാനവും പാടിയത്. മാത്രവുമല്ല, അത് ആ രംഗങ്ങൾ കണ്ടാൽ അറിയാം, അവിടെ മുൻപിലിരുന്ന നെറ്റിയിൽ സിന്ദൂരവും അതേപോലെ ചന്ദനക്കുറിയും ഒക്കെ ഇട്ടിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ ആ സദസ്സ് അതിഗംഭീരമായി ആ ഭജന ആസ്വദിക്കുകയും ചെയ്തു. മാത്രമല്ല, നമ്മൾ കേട്ടാൽ പോലും നമ്മൾക്കത് ആസ്വദിക്കാനും പറ്റും. ഇത് ഇപ്പോൾ ഇവിടെ വലിയൊരു ഒരു ഭൂകമ്പ സമാനമായ ഒരു ചർച്ചയിലേക്ക് ഇത് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ തൃശ്ശൂരിലെ വെടിക്കെട്ട് അപകടം ഉണ്ടായത്. അതുകൊണ്ട് മാത്രം പെട്ടെന്ന് ആ ഒരു വിവാദത്തിന് അല്ലെങ്കിൽ ആ കോലാഹലത്തിന് ചെറുതായിട്ടൊന്ന് ഒരു തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. പക്ഷേ എന്നാലും വരും ദിവസങ്ങളിലും ഇത് വീണ്ടും പൊന്തി വരും. അവിടെയാണ് നവീൻ മോഹൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെച്ച ആ ഒരു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നാം ശ്രദ്ധയോടെ കേൾക്കേണ്ടത്. കാരണം അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ പാടുന്നത് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർക്കും ആസ്വാദ്യമാകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ എത്തീസ്റ്റുകളെയും സന്തോഷിപ്പിക്കാറുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലും അവരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന്റെ സമൂഹത്തെ ഒന്നായി കണ്ടുകൊണ്ട് പാടാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യവും. ഇതിൽ പരം സാംസ്കാരികമായി എന്ത് ഔന്നത്യമാണ് നമ്മളുടെ ഭാരതത്തിൻ്റെ സംസ്കാരമായ ഹിന്ദുമതം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്വൈതം എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ, അദ്വൈതത്തിൻ്റെ പ്രയോഗമാണ് ഈ നന്ദഗോവിന്ദം ഭജൻസിലൂടെ ആ ക്രിസ്തീയ ദേവാലയത്തിൻ്റെ മുന്നിൽ നിന്ന് ആ വേദിയിലിരുന്ന് പാടിയത്. ഇത് യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തിന് മാത്രം സാധിക്കുന്ന അതിൻ്റെ വിശാലതയ്ക്ക്, അത് തുറന്നിട്ടിരിക്കുന്ന ആ ഒരു ഊഷ്മളതയിൽ മാത്രം സാധിക്കുന്ന ഒരു സംരംഭമാണ്. അതല്ലെങ്കിൽ സാധ്യമാകുന്ന ഒന്നാണ്. കാരണം മറ്റും സെമറ്റിക് മതങ്ങളെയൊക്കെ എടുത്താൽ അറിയാം, തീർച്ചയായിട്ടും ഈവൻ ഇപ്പോൾ ഒരു ഹിന്ദു ഭജന, ഒരുപക്ഷെ ഹിന്ദു ഭജനയുടെ ഈണത്തിലും ആ രീതിയിലുമൊക്കെ ക്രിസ്തീയ സഭകൾ പാടിയെന്നിരിക്കും. പക്ഷേ ഒരു ഹിന്ദു ഭജൻ ഒരു ക്രിസ്തീയ ദേവാലയത്തിലോ ഒരു മുസ്ലിം ദേവാലയത്തിലോ അവർക്ക് പാടുന്നതിന് പരിമിതികളുണ്ട്. അത് അവരുടെ ദോഷമാണെന്നോ മോശമാണെന്നോ പറയുകയല്ല. പക്ഷെ ആ മതത്തിൻ്റെ ചട്ടക്കൂട് അതാണ്. എന്നാൽ ഈ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം, ആ സംസ്കാരത്തെയാണ് നാം ഇന്ന് ഹിന്ദുമതം എന്ന് പറയുന്നത്. ആ സംസ്കാരം തുറന്നിട്ടിരിക്കുന്ന ആ ഒരു വാതായനങ്ങൾ, അതല്ലെങ്കിൽ അത് ഒരുക്കിത്തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സാധ്യതയെ ഉണർത്തിക്കാട്ടുന്നത്. ഈ സാധ്യതയാണ്
ഹിന്ദുമതം യഥാർത്ഥത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഒറ്റ വാക്കിന് പറയാൻ കഴിയും, എന്തായിരിക്കണം ഹിന്ദുമതത്തിൻ്റെ മുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് ധൈര്യപൂർവ്വം ഇപ്പോൾ പറയാം, നവീൻ മോഹന്റെ ആ അഭിപ്രായം, നവീൻ മോഹന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് ഒന്നിച്ചിരുന്നുള്ള അഭിപ്രായം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെയുണ്ട്. അത് കണ്ടാൽ പറയാം, ഈ നന്ദഗോവിന്ദൻ ഭജൻസിന്റെ മുഖമായിരിക്കണം, അതാണ് ആ മുഖമാണ് യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തിന്റെ തിളങ്ങുന്ന സൗന്ദര്യാത്മകമായ സംഗീതാത്മകമായ മുഖം. അതുകൊണ്ടാണ് ഈ മതം കലയെയും സാഹിത്യത്തെയും ഒക്കെ തന്നെ ഈ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളുമായി ക്ഷേത്രങ്ങളുമായി ബന്ധിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് നവീൻ ബാബു വളരെ ലളിതമായിട്ട് പറഞ്ഞു. അതായത് മനുഷ്യനെ ഒന്നായി കാണുന്ന ആ ഒരു ലക്ഷ്യം അത് ഉദ്ദേശിച്ച് മാത്രം തന്നെയാണ്. അത് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഹിന്ദുമതത്തിൻ്റെ ശക്തിയും ഓജസ്സും തേജസ്സും ആരോഗ്യവും ഒക്കെ സംഭവിക്കുക. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മലയാളിയെ പോലെ ഇത്രയും വലിയൊരു സംസ്കാര സമ്പന്നമായ ഒരു ജനതയെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കാൻ വേറെ ഉണ്ടാകില്ല.